പുതുവൈപ്പിലെ LPG ടെർമിനലിനെതിരായി സമരം ചെയ്യുന്ന സമരസമിതി നേതാക്കളുമായി മുഖ്യമന്ത്രിയുടെ ചർച്ച പുരോഗമിക്കുന്നു. IOC പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. സമരത്തിൽ തീവ്രവാദി സാന്നിധ്യമുണ്ടായിരുന്നുവെന്ന പോലീസ് മേധാവിയുടെ വെളിപ്പെടുത്തലും ചർച്ചാ വിഷയമാകും. ലെസ്ലി ജോൺ ചേരുന്നു. ലെസ്ലി, എങ്ങനെ യോഗം പുരോഗമിക്കുന്നു? ഒപ്പം തന്നെ മറ്റു വിവരങ്ങൾ കൂടി. സോമി, IOC പ്ലാന്റ് അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായി വന്ന സമരസമിതി നേതാക്കളുമായാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്റെ ചേംബറിൽ ചർച്ച നടത്തുന്നത്. എറണാകുളത്തു നിന്നുള്ള രാഷ്ട്രീയ പ്രതിനിധികളും യോഗത്തിൽ ഭാഗമാകുന്നുണ്ട്. എന്തായാലും സമരസമിതി നേതാക്കൾ ഇപ്പോൾ സർക്കാരിന് മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് IOCയുമായി ബന്ധപ്പെട്ട് പ്ലാന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിലുള്ള ആശങ്ക അത് ദൂരീകരിക്കാൻ ഇതുവരെ സർക്കാരിനായിട്ടില്ല. ഒപ്പം തന്നെ IOC പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണതോതിൽ നിർത്തിവെക്കണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് രണ്ടിടങ്ങളിലായി നടന്ന സമരങ്ങൾക്കെതിരെ പോലീസ് സ്വീകരിച്ച നടപടി അത് തെറ്റായ ഒരു ധാരണയാണ് പൊതുസമൂഹത്തിന് നൽകിയതെന്നും അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ നടപടിക്ക് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയും ഇവർ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ സംസ്ഥാനത്തിന്റെ വികസന പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാർ മുൻപ് തീരുമാനിച്ച നിലപാടിൽ നിന്നും പിന്നാക്കം പോകാൻ കഴിയില്ല എന്നാണ് സർക്കാർ സമരക്കാരെ അറിയിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ IOC പ്ലാന്റുമായി ബന്ധപ്പെട്ട ഈ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. ഈ കേന്ദ്ര സർക്കാർ അനുമതിയോട് നിർമ്മിക്കുന്ന ഒരു പദ്ധതിയിൽ വലിയ തോതിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള നടപടിക്രമങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളുമായിരിക്കും അവിടെ നടക്കുക എന്നുള്ള കാര്യം സർക്കാർ ബോധിപ്പിക്കുകയും ചെയ്തു. സമരസമിതി നേതാക്കളെ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാതര ആധുനിക സുരക്ഷാ സംവിധാനത്തോടു കൂടിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളും തുടർ പ്രവർത്തനങ്ങളും പ്ലാന്റുമായി ബന്ധപ്പെട്ടത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ആശങ്കയ്ക്കും വകയില്ല എന്നുള്ള കാര്യം സമരസമിതി നേതാക്കളെ നേരത്തെ തന്നെ അറിയിച്ചിരുന്ന കാര്യവും മുഖ്യമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. യോഗം തുടരുകയാണ്. സോമി. ലെസ്ലി ജോൺ ആണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.